ദൈവം നിന്നെ നടത്തുകയാ. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് പകൽ മനസ്സിലായി. നിനക്കെതിരെ വന്ന 100 ശരയമ്പ് വന്നതിനേക്കാൾ വേഗത്തിൽ ഒരു വഴിയായി വന്നവൻ 7 വഴിയായി ഓടാൻ കാരണമെന്താ? നിന്റെ കഴിവല്ല, നിന്റെ ശക്തിയല്ല, നിന്നെ ദൈവം നടത്തുക. എന്നിട്ട് എഴുതിക്കുക, അവരുടെ മധ്യേ ദൈവം ഉണ്ട്. എന്നിട്ട് രാജകോലാഹലം അവരുടെ മധ്യേ ഉണ്ട്. അയ്യോ ഒന്നുകൂടെ രാജകോലാഹലം. അതിന്റെ മുകളിലത്തെ ഭാഗം കൂടെ. അവന്റെ ദൈവമായ യഹോവ അവനോട് കൂടെ ഇരിക്കുന്നു. അവന്റെ ദൈവമായ യഹോവ അവനോട് കൂടെ ഇരിക്കുന്നു. രാജകോലാഹലം അവരുടെ മധ്യേ ഉണ്ട്. നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാകണേലേ, നിങ്ങൾ 114 സങ്കീർത്തനത്തിൽ പോ. അവിടെ ഇച്ചൂരുടെ വിവരണം കാണാം. ദൈവത്തിന് സ്തോത്രം. അത് പഠിച്ചാലേ ഈ ദൂത് പഠിക്കാൻ പറ്റൂ. 114 സങ്കീർത്തനം അതിന്റെ 1-ാമത്തെ വാക്യം വായിച്ചാട്ടാൻ. ഇസ്രായേൽ മിസ്രൈമിൽ നിന്നും യാക്കോബിൻ ഗൃഹം അന്യഭാഷയുള്ള ജാതികളുടെ ഇടയിൽ നിന്നും പുറപ്പെട്ടപ്പോൾ യഹൂദ അവന്റെ വിശുദ്ധ മന്ദിരവും ഇസ്രായേൽ അവന്റെ ആധിപത്യവുമായി തീർന്നു. സമുദ്രം കണ്ടോടി. എന്ത് ഈ വരവ് കണ്ടപ്പം യഹൂദയും ദൈവത്തിന് സ്വന്തം ദൈവം അതിന്റെ നടുവിൽ ആധിപത്യം പുലർത്തിയപ്പോൾ ഇത് കണ്ട സമുദ്രം ഓടി. യോർദാൻ അർത്ഥം പറയാം, നിന്റെ യാത്രയ്ക്ക് മുമ്പിൽ ഒരു ശക്തി നിൽക്കാത്തത് എന്നാ? നിന്റെ മധ്യത്തിൽ ദൈവമുണ്ട്. ഈ പഴയ നിയമം മുഴുവൻ മധ്യത്തിലുണ്ടെന്നാ. 3-ാം സ്വർഗം പോയപ്പോൾ പൗലോസ് പറയാം, മധ്യത്തിലല്ല, രക്ഷിക്കപ്പെട്ടവന്റെ ഹൃദയത്തിലുണ്ട്. ഒരാമയും വരുന്നില്ല. ഞാൻ ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ ദൂത് പറയുക. ശ്രദ്ധിച്ച്, ഇന്ന് നിന്റെ മുന്നോട്ടുള്ള യാത്രയുടെ തടസ്സം ദൈവം എടുത്തു മാറ്റാൻ പോവാ. നിന്നെ പ്രാകാൻ എഴുന്നേറ്റ ചിലരുടെ മുമ്പിൽ നീ ഒരു അനുഗ്രഹമാകാൻ ഓ നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഏതൊക്കെയോ വ്യക്തിത്വങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടാൻ പോവാ. എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ടെൻഷൻ എടുക്കണ്ട. സമുദ്രം കണ്ടോടി. ഓ ഹല്ലേലൂയ. എത്ര പേര് ആമീൻ പറയും? ഇന്ന് പകൽ നിന്നെ വിടത്തില്ലെന്ന് പറഞ്ഞ പല ദുർശക്തികളും നിനക്ക് മുമ്പിൽ ഓടി മാറുന്ന കാഴ്ച. ഓ ഹല്ലേലൂയ. നിങ്ങളിൽ 5 പേർ 100 പേരെ ഓടിക്കും. എനിക്കെന്തോ പരിശുദ്ധാത്മാ ബോധ്യം തരിക. സമുദ്രം കണ്ടു ഓടി. പിന്നെന്താ വായിക്കുന്നത്? ശ്രദ്ധിച്ചു. സമുദ്രം കണ്ടോടി, യോർദാൻ പിൻവാങ്ങിപ്പോയി. യോർദാൻ എന്ത് ചെയ്തു? പിൻവാങ്ങിപ്പോയി. സമുദ്രം ഓടി, പക്ഷെ യോർദാൻ ഓടുവല്ല, പിൻവാങ്ങിപ്പോയി. 2 പേര് തമ്മിൽ മൽപ്പിടുത്തമുണ്ടായാൽ തോക്കുന്ന ആള് പിൻവാങ്ങുന്ന പോലെ ജയിക്കാൻ കഴിയാതെ പിൻവാങ്ങിപ്പോയി. അടുത്തത്, പർവ്വതങ്ങൾ മുട്ടാടുകളെ പോലെ. ഈ വരവ് കണ്ടപ്പോ പർവ്വതങ്ങൾ എന്ത് ചെയ്തു? മുട്ടാടുകളെ പോലെ. കുന്നുകൾ കുഞ്ഞാടുകളെ പോലെ തുള്ളി. അങ്ങോട്ട് തുള്ളി. നിങ്ങളൊന്ന് തിരിഞ്ഞ് എപ്പോഴേലും ഒക്കെ നിങ്ങൾ ഓർക്കാറുണ്ടോ? ദൈവം നടത്തിയ വിധങ്ങൾ ഓർക്കാറുണ്ടോ? ഉണ്ടോ? പർവ്വതമായി അന്ന് തുള്ളിയത്, പക്ഷെ ഇന്നിത് ഓർക്കുന്നവൻ തുള്ളും. എത്ര പേര് ആമീൻ പറയും? കഴിഞ്ഞ നീണ്ട വർഷങ്ങൾ നിന്നെ നടത്തി. എത്ര പേര് നിന്നെ തീർക്കുമെന്ന് പറഞ്ഞു, അവരെവിടെ പോയി? നിന്നെ ഇവിടുന്ന് ഓടിക്കുമെന്ന് പറഞ്ഞു, അവരെവിടെ പോയി? നിന്റെ കുടുംബം തീർന്നെന്ന് ഗോസിപ്പ് പറഞ്ഞുണ്ടാക്കി, അവരെവിടെ? ധൈര്യം വേണം. എന്നെ ദൈവമാ കൊണ്ടുപോകുന്നേ. എങ്ങാണ്ട് ശരീരത്തിലൊരു ചെറിയൊരു മുഴ വന്നപ്പോഴേ വേറിട്ട് ക്യാൻസറാ, നാളെ ചവപ്പെട്ടി പോകുന്നു പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. ശരീരത്ത് ഒരു മുഴയല്ല 500 മുഴ വന്നാലും നീ പറയേണ്ട ഒരു കാര്യമുണ്ട്, എന്നെ ദൈവം നടത്തും. ഷുഗർ വന്നവണ്ടെ കിഡ്നി പോകുമെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കരുത്. ഷുഗർ എത്ര ഹയർ ലെവലിൽ പോയാലും നിന്നെ ദൈവം നടത്തും. BP വന്ന് സ്ട്രോക്ക് വന്ന് പോകുമെന്ന് ചിന്തിച്ചിരിക്കരുത്. നിന്റെ BPയെ ദൈവം നിയന്ത്രിക്കും. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, ഈ ദൈവ സാന്നിധ്യത്തെ കയറി നിൽക്ക്. നിന്റെ ആയുസ്സിനോട് പോരാടുന്ന സകല ശക്തികളും. ഇനി ആവർത്തന പുസ്തകത്തിൽ ഇവരെ ദൈവം കൊണ്ടിരുന്നേ ഇവിടെ ഉള്ളൂ. പക്ഷെ എങ്ങനെയാ കൊണ്ടിരുന്നെന്നുണ്ട്. ഞാൻ അതിനകത്ത് ഒരു പദം എടുക്കാൻ പോകുന്നത്. എങ്ങനെയാ കൊണ്ടിരുന്നതെന്ന് ആവർത്തന പുസ്തകം 32-ാം അധ്യായം 11-ാമത്തെ വാക്യം. കഴുകൻ തൻ്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കുന്നത് പോലെ താൻ ചിറക്
കഴുകൻ തന്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ, കഴുകൻ തന്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ, കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ താൻ ചിറക് വിരിച്ച് അവനെ എടുത്തു തന്റെ ചിറകിന്മേൽ അവനെ വഹിച്ചു. തന്റെ ചിറകിന്മേൽ അവനെ വഹിച്ചു. യഹോവ തനിയെ അവനെ നടത്തി. യഹോവ തനിയെ അവനെ നടത്തി. എനിക്കെന്തോ ദൈവത്തിന്റെ ആത്മാവ് വലിയ ബോധ്യം തരിക. ഇന്ന് പകൽ നിന്നെ നടത്തുന്ന വഴി ശത്രു അറിഞ്ഞില്ലേലും നീയേലും ഒന്ന് അറിയണം. മനസ്സിലായവരെ സ്തോത്രം ചെയ്യാവോ? എതിരാളിയെ കാണുമ്പോൾ നീ പേടിക്കരുത്. അങ്ങനൊന്നും നിന്റെ ലൈഫ് ഫെയിലാകത്തില്ല. നിന്നെ ദൈവം കാക്കുകയാ. കഴുകൻ, ഒന്നുകൂടെ വായിച്ചത്, കഴുകൻ തൻ്റെ കൂടനക്കി. കഴുകൻ തന്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ, കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ താൻ ചിറക് വിരിച്ച് അവനെ എടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? ഈ കഴുകൻ്റെ കുഞ്ഞുങ്ങള്, സ്തോത്രം, അപ്പേ ഈ കഴുകൻ്റെ കുഞ്ഞുങ്ങൾ കഴുകൻ പറക്കുന്ന പോലെ പറക്കണം. അതിന് അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. കഴുകൻ എന്ത് ചെയ്യുന്നറിയാമോ? ഈ കുഞ്ഞുങ്ങളെ വാരി തൻ്റെ ചിറകിൻ്റെ മേളിൽ ഇട്ടോണ്ട് പറന്നുയരങ്ങളിൽ പോവും. ഈ കഴുകൻ കുഞ്ഞിനൊന്നും അറിയത്തില്ല. ഉയർത്തി പോയിട്ട് ഈ കഴുകൻ ഇങ്ങനെ ചരിച്ച് തൻ്റെ ദേഹത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങളെ വായുവിലേക്ക് ഇറക്കി വിടും. അപ്പം ഈ കുഞ്ഞുങ്ങൾ ഉറക്ക കരയും. രക്ഷപ്പെടാൻ വേണ്ടി അവരവരുടെ ചിറകിങ്ങനെ ചലിപ്പിക്കും. എന്തിനാണെന്നറിയോ? സ്തോത്രം, ചലിപ്പിക്കുമ്പം അവർ താഴോട്ട് വരുന്ന വേഗത കുറയും. അപ്പോൾ അവർക്ക് മനസ്സിലാകും, ചിറകൊന്ന് ചലിപ്പിച്ചാൽ ഈ അന്തരീക്ഷത്തിൽ നിൽക്കാം. അങ്ങനെ പല ആവർത്തി ചെയ്യുമ്പോൾ പിന്നെ അവരെ അമ്മി, സ്തോത്രം, കഴുകൻ തൻ്റെ ദേഹത്തൊന്ന് വാരിയിട്ടാൽ വായുവിൽ ഇങ്ങനെ പറന്ന് നിൽക്കും. ഇവിടെ സ്വാമി ആവർത്തന പുസ്തകത്തിൽ ഇതുപോലെ നിനക്ക് പരിചയമില്ലാത്ത ചില മേഖലകളിൽ ആത്മാവ് ട്രെയിനിങ് തന്ന് നിന്നെ കരുത്തുള്ളവനാക്കി മാറ്റിയെന്ന് മനസ്സിലായി വരുന്നുണ്ടോ? ഹല്ലേലൂയ. ഞാനിന്ന് ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, നിന്നെ വ്യത്യസ്ത അളവിലൂടെ ദൈവം നടത്താൻ പോവുക. പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ ദൈവം നടത്താൻ പോവുക. എത്ര പേർക്ക് അതിന് ആമീൻ പറയാൻ പറ്റും?